നല്ല ഉഗ്രം പ്രതിമയല്ലേ? ഇങ്ങനൊരു സംഭവം ഉണ്ട് നമ്മൾ അറിഞ്ഞില്ല. ഇതിന് ഏകദേശം എന്ത് പഴക്കം വരും ചേട്ടാ? ഏകദേശം BC-യിൽ നിർമ്മിച്ചതായിട്ടാണ് നമുക്ക് പറമ്പിൽ പണിയെടുത്തോണ്ടിരുന്നപ്പോ സൂണിന് കിട്ടിയതാ ഈ വൃത്തികെട്ട. തൽക്കാലം നിങ്ങൾ പോണം. ഭൂമിക്കടിയിലെ പ്രതിമ കിട്ടിയത് എല്ലാവരും പറയണേ. ശരി. എന്താ ലീലാവതി? കുന്തം എന്റെ നരട്ടാ, നമ്മുടെ പ്രശസ്ത നാടങ്ങ് പരന്നോണ്ടിരിക്കുക. പ്രതിമ കാണാൻ ആൾക്കാരുടെ വരവ് തുടങ്ങിയിരിക്കുക. ഞാൻ പറയുന്നത് ഈ പ്രതിമയെ കാണിക്കാൻ നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് വെക്കാന്നാണ്. ഒരു വരുമാന മാർഗവും ആവും അല്ലേ? ഏയ് അത് വേണ്ട, പാരമ്പര്യത്തെ നമ്മൾ വിലവെക്കാൻ പാടില്ല. ലീലാവതി, ദേ ഈ ചീപ്പ് കളികളൊന്നും നമുക്ക് വേണ്ട. ആരെങ്കിലും ഈ സത്യം അറിയുവാണെങ്കിൽ പിന്നെ ആ നാണക്കേട് ഈ ജന്മം മുഴുവൻ കൂടെ കാണും. നരേട്ടനായിട്ട് കാര്യങ്ങൾ 4 പേരെ അറിയിക്കാതിരുന്നാ മതി. അല്ലയാ, നാടോടുമ്പോ നടുവേ. ഇപ്പം നാട്ടിൽ മൊത്തം ഈ പഴമയുടെ തള്ളിക്കയറ്റമാണ്. ഗ്രാമഫോൺ, റേഡിയോ, പഴയ ചീനച്ചട്ടി, ആട്ടുകല്ല്, അമ്മിക്കല്ല്, ഇതൊക്കെ പാരമ്പര്യത്തിന്റെ ഘടകങ്ങളാണ്. നരേട്ടൻ ഞങ്ങളുമായിട്ടൊന്ന് സഹകരിച്ച് നിന്നാ മതി. നമുക്കിതിലൂടെ അന്തർദേശീയ പ്രശസ്തി നേടാം. അന്തർദേശീയ പ്രശസ്തി. സൂനേട്ടാ, എന്താ ശാരദേ? അല്ല, ആ പുരാവസ്തു അതിന് യഥാർത്ഥത്തിൽ മഹത്വം വലുതുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല ശാരദേ. ഈ ലോകം എന്ന് പറയുന്നത് സാധാരണ ഭയങ്കര സംഗതിയാണ്. ഭയങ്കര സംഗതി. അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. അതാണ് കണ്ടായിരുന്നോ? കണ്ടോന്നോ? കണ്ടില്ലേ? എനിക്ക് പെട്ടെന്ന് പോയി കാണാത്തത് എന്തോന്ന്? വസ്തു 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 പുരാവസ്തു ലീലാവതി നാത്തുന്റെ വീട്ടിലെ അവിടെ അപൂർവമായ വന്നിരിക്കല്ലേ? അറിഞ്ഞില്ലേ സംഗതി ഒന്നും? അങ്ങനൊക്കെ പറയുന്നത് കേട്ടു. അതൊക്കെ കേട്ടിട്ടാണ് ഇങ്ങനെ ബ്രാഞ്ച് നടക്കുന്നത്. എന്നാ ചെന്നൊന്ന് കാണ്. ഹലോ, കാണാൻ പോകുന്നതാണ് അതോ തിരിച്ച് നടന്നു കളഞ്ഞു? എന്നാ പിന്നെ ഒന്ന് കണ്ടുകളയാം. ശരി 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 ശരി, ചെന്ന് കണ്ടോ? ടിക്കറ്റ് എടുക്കണേ. വാ വാ വാ, നമുക്ക് കുറെ പോയി നോക്കാം. കുറെ പ്രതിമ കൂടെ കിട്ടിയിരുന്നെങ്കിൽ മ്യൂസിയം ആക്കായിരുന്നു. ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. പോയി നോക്കാം. ആ വീട് ഏതാ? ഏത് വീട്? വലിയ പുരാവസ്തു ഒക്കെ കിട്ടിയ വീട്. ഞാനെന്താടോ മൂന്നോർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ നിൽക്കുവാ? അല്ല, അതിനിങ്ങനെ ചൂടാവുന്ന എന്തിനാ? എന്നെ പോലുള്ള മരമണ്ടന്മാരോട് എങ്ങനെ ചൂടാവാതിരിക്കും? ഒരു പുരാവസ്തു സ്നേഹിതൻ. അല്ല, ആ വീടൊന്ന് പറഞ്ഞു തന്നാ മതിയോ? ഇപ്പൊ പറഞ്ഞുതരാവേ. വീട്ടിലെ വീട്ടിൽ ഇറങ്ങി എന്തെങ്കിലും പറ്റിയോ? നിനക്കെന്താ പറ്റിയത്? അത് പറ. സഹിക്കുന്നില്ല വിശ്വേട്ടാ, സഹിക്കുന്നില്ല. പാരമ്പര്യം കേറിയില്ലേ, അതോർത്തിട്ട് എനിക്ക് സഹിക്കില്ല. നീ ഇങ്ങനെ റോഡിൽ നിന്ന് കരയാതെ വന്നേ. ഞാൻ വരൂല. അങ്ങോട്ടുള്ള വഴി ചോദിച്ചു വരുന്നവരെയൊക്കെ ഞാൻ എറിഞ്ഞു ഓടിക്കും. നീ വന്നേ, പറയട്ടെ. വിശ്വേട്ടാ, എന്നാലും എന്റെ വീട് ചോദിച്ചു വന്നില്ല വിശ്വേട്ടാ.